ദൈവത്തിനെ വിളിച്ച ഇവിടെ ഇരിക്കുവോ? എനിക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ പോലുള്ള തീവ്രവാദികളല്ല ഞങ്ങള്. ക്രിസ്ത്യാനികൾ തീവ്രവാദികളല്ല. നല്ലോണം അറിയാം. അതാണ് ഇപ്പൊ അയാം ഇങ്ങനെ പറയുന്നത് അല്ല അയാമേ? അല്ല എന്റെ റിയാസ് ഭായി, ഞങ്ങളുടെ ദൈവത്തെയോ ഞങ്ങളുടെ പിന്നെ ഇപ്പൊ യേശു ആരെങ്കിലും യേശുവിനെ വിളിച്ചാലും യോഹന്നാനെ പത്രോസിനെ നിങ്ങൾ ആരെ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. ഞങ്ങളുടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സ്നേഹമില്ലേ? എടാ, ദൈവത്തോട് സ്നേഹവും ബഹുമാനവും ഇല്ല നിങ്ങൾക്ക്? അതാ എനിക്ക് മനസ്സിലായില്ല. ദൈവത്തിനെ നിങ്ങൾ കാണുന്നത് സാത്താനെ പോലെയാണോ? ഞങ്ങളൊക്കെ ഈ സാത്താനെ തെറി വിളിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഞാൻ കഴിഞ്ഞ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ ഞങ്ങളാരും മറ്റേ ദൈവത്തിന്റെ കൊട്ടേഷൻ എടുക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിന്റെ കൊട്ടേഷൻ ഒരു മിനിറ്റ് ക്ഷമിക്കണോ അങ്ങനെ പറയേണ്ടി വരുന്നത്? താങ്കൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. ഒരു മിനിറ്റ് റിയാസ്, ഒരു മിനിറ്റ്. അല്ലല്ല, ഞാൻ തെറി വിളിക്കല്ല. ഞാൻ നിങ്ങളുടെ പിതാവിനെ പച്ചക്ക് തെറി വിളിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇഷ്ടപ്പെടുമോ? അത് ഞാൻ അതിന്റെ ഫിസിക്കൽ പിതാവിനാകുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾ ഫിസിക്കൽ കറക്റ്റ് അല്ലേ? അപ്പൊ പിതാവിനെ രക്ഷിക്കാൻ നിങ്ങളുണ്ട് അല്ലേ? സ്വന്തം ദൈവത്തിന് തെറി വിളിച്ചാൽ അവനൊരു പ്രശ്നമില്ല, പിതാവിനെ തെറി വിളിച്ചാൽ നമുക്ക്. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ദൈവത്തിനായിട്ടുള്ള ബന്ധം? റീസൺ കേട്ടോ. അല്ല, എന്ത് റീസണാ? നമ്മളെ നിന്നെ എന്താ പറഞ്ഞത്? നിന്നെ ദൈവം അത്രക്ക് സ്നേഹിക്കുന്നു, നിന്നെ ദൈവം രക്ഷിക്കാൻ വേണ്ടി മെനക്കെടുന്നു. അതേ ദൈവത്തിനെ കണ്ടവന്മാര് തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലാന്ന്. എന്തൊരു സ്നേഹം! ഞങ്ങൾ കൊട്ടേഷൻ വർക്ക് എടുക്കാറില്ല. ദൈവത്തിന്റെ കൊട്ടേഷൻ വർക്ക് ഞങ്ങൾ എടുക്കാറില്ല. എടാ, അത് കൊട്ടേഷൻ വർക്ക് അല്ലടാ. എന്നാ പിന്നെ പിതാവിന്റെ കൊട്ടേഷൻ വർക്ക് നീ എന്തിനാ എടുക്കുന്നത്? പിതാവ് എടുത്തോളില്ലേ? പിതാവിന് എടുക്കാൻ പറ്റത്തില്ല. പിതാവിനെ പോലെ മനുഷ്യനല്ലേ, മറ്റേത് ദൈവമല്ലേ. അത് ദൈവത്തിനറിയാം. ദൈവത്തിന് അപ്പൊ ഈ ദൈവത്തിന് കിട്ടാത്ത എന്ത് തേങ്ങയാണ് നിന്റെ പിതാവിനുള്ളത്? എടാ, പിതാവ് അപ്പൊ ദൈവത്തിനേക്കാളും മുകളിലാണോ? എടാ, ദൈവത്തിന്റെ കാര്യം നോക്കാൻ ഇത് പറ. ദൈവത്തിനെ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നീ ദൈവത്തിനെ പിതാവിന്റെ മുകളിലാണോ പിതാവിന്റെ താഴെയാണോ സ്ഥാനം കൊടുക്കുന്നത്? അല്ല, നീ ഏത് ചോദ്യം ചോദിച്ചാൽ ആൻസർ അത് തന്നെയാണ്. ഞങ്ങള് ദൈവത്തിന്റെ കൊട്ടേഷൻ എടുക്കാറില്ല. ദൈവത്തിന്റെ കാര്യം നോക്കിക്കോളൂ. എടാ, ഞാൻ കൊട്ടേഷന്റെ കാര്യമല്ല പറഞ്ഞത്. നീ ദൈവത്തിന് പോയി രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പൊ പിതാവിനെ ഞാൻ തെറി പറഞ്ഞ പിതാവിന് എന്തോ മേലെന്തോ പറ്റുമോ? പിതാവിനെ കയ്യേറ്റ ഓടിയോ? എന്ത് മങ്കത്തര നീ പറയുന്നത്? ഒരു മണ്ടത്തരവും ഇല്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നീ എന്റെ അമ്മക്ക് അപ്പനെ വിളിച്ച് എനിക്ക് ഇമോഷണൽ ഡാമേജ് ഉണ്ടാവും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കുള്ളൂ എന്നറിയാമോ? എടാ, നീ ദൈവത്തെ വിളിച്ച ദൈവം ചിരിക്കുന്നതിന് എന്താ കുഴപ്പം? എനിക്ക് ഇമോഷണൽ ഡാമേജ് ഉണ്ടാവും. നിങ്ങളുടെ എന്താണ് മാതാപിതാക്കളെയും മക്കളെക്കാളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തു. അതറിയാം. ഇതാണ് ക്രിസ്ത്യാനിയുടെ, കേട്ടല്ലോ, ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇതാണ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിന്റെ ദൈവത്തിനെക്കാട്ടി നിന്റെ പിതാവിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ നേരെ വിപരീതമായിക്കാണാണ് ബൈബിളിൽ. ഞങ്ങൾ ചെയ്യാറില്ല എന്ന്. ഞാൻ മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയും അയ്യോ ഞങ്ങളുടെ ദൈവത്തെ അപമാനിച്ചേ എന്നും പറഞ്ഞിട്ട് യേശുവിനെ അറിയത്തില്ലായിരുന്നു. അയാമേ, പിതാവ് ദുർബലനാണ്. പിതാവിന് ഒറ്റ സെക്കൻഡ് റിയാസ് ഒറ്റ സെക്കൻഡ് അതല്ല, നീ അത് കേട്ട് കുത്തർക്കുന്നാണ് ഈ ഇവിടെ പറഞ്ഞേക്കണേ. അല്ല, ഒറ്റ സെക്കൻഡ്. അയാമിന്റെ ദൈവത്തെ ആരെങ്കിലും പറഞ്ഞ അയാമ ചിരിച്ചു തള്ളും. ഏകദേശം ഇവന്മാരുടെ വിശ്വാസം മനസ്സിലായി. അയാമ എന്റെ ഡി പി നോക്കിയേ. ഇത് വല്ലാത്ത ചെയ്തായി പോയി. അച്ഛനേക്കാളും കൂടുതൽ കൽപ്പന അംഗീകരിക്കുന്ന കാര്യം എന്നാണ്. പ്രണയമല്ല അത്. ദൈവത്തിനെ സ്നേഹിക്കാനല്ല പറഞ്ഞത്. ദൈവത്തിന് നിങ്ങളെ സ്നേഹമൊന്നും വേണ്ട. അങ്ങനെ സ്നേഹിച്ച് താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിരിക്കും ഇപ്പൊ അയാമ പറയാ. ഇവനെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നീ ഇപ്പൊ ഒരു 100 തെറി യേശുവിനെ വിളിച്ചെന്ന് വെച്ചോ, വിളിക്കൂലായിരിക്കും, നീ വിളിച്ചെന്ന് വെച്ചോ. ഞാനുടനെ തന്നെ യേശുവിനെ നീ തെറി വിളിച്ചല്ലേടാ. അപ്പൊ അപ്പനെ വിളിച്ചാലോ? നിന്റെ അപ്പനെ വിളിച്ചാലോ? ഒറ്റ സെക്കൻഡ്. അയാമേ, നീ അത് കേട്ടോണ്ടിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അത് കേട്ടോണ്ടിരിക്കുവോ? യേശുവിനെ വിളിച്ചാലാ?
പിന്നെ യേശുവിനെ തെറി വിളിക്കുമ്പോ ഞാൻ തിരിച്ച് തെറി വിളിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ അല്ലല്ല, വിളിക്കൂല. കേട്ടോണ്ടിരിക്കുമെന്നാ ചോദിച്ചത്. ഇവിടെ നബിയെ തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ എന്താ പാടെന്നാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി ചോദിക്കുന്നത്. പോവൂലെന്ന്. ആ ആ അയാം അതിനെ വേണ്ടിട്ടാ ഇപ്പൊ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അയാം അത് കേട്ടോണ്ടിരിക്കുവോ? ജീസസിനെ ഒരുത്ത ഇങ്ങനെ നിങ്ങളുടെ ഒരു റൂമിലിരുന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുവോ? നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കുവോ? ഈ നിഷുവൊക്കെ എന്താണ് പരിശുദ്ധാത്മാവ് കുഴലിറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊക്കെ അത് എനിക്കൊന്നും വിഷയമൊന്നുമല്ല. ഇവൻ പറയണ അടിപൊളി. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നാ പറഞ്ഞത്. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അയാമേ. ഇനിയിപ്പോ ഈവൻ ഈ ജീസസിനെ കുറിച്ച് പറഞ്ഞാൽ പോലും നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. അതൊരു കുറവാണെങ്കിൽ നമ്മളങ്ങ് സഹിച്ചു. അതൊരു കുറവാണെങ്കിലും നമ്മളെ സഹിച്ചു കഴിഞ്ഞ് അയാമേ. അത് വലിയൊരു